ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ കൊച്ചി കന്യാകുമാരി എന്ന് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ കൊച്ചിയിലേക്കോ കന്യാകുമാരിയിലേക്കോ ആയിരിക്കും പോകുന്നതെന്ന്. അതെ, പോകാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് കൊച്ചിയിലേക്കായിരുന്നു. പിന്നെ എന്തൊക്കെയോ കൊച്ചിയിലെത്തും ചെയ്തു. പിന്നെ എന്തൊക്കെയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും പ്ലാൻ മാറ്റി നമ്മൾ നേരെ ഇപ്പം എത്തിയിരിക്കുന്നത് വാഗമണ്ണിലാണ്. ഇന്നലെ രാത്രി ഒരു 8 മണി ടൈം നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇറങ്ങിയതോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിങ്ങനെ രാവിലെ കൊച്ചിയിലെത്തുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും പറഞ്ഞു നമുക്ക് നേരെ വാഗമണ്ണിലേക്ക് വിട്ടാലോ എന്നാലും. അങ്ങനെ നമ്മൾ വാഗമണ്ണിലെത്തി ഫസ്റ്റ് ഒരു റൂം നോക്കി, ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രണ്ടാമതൊരു റൂം നോക്കി, അത് ഇഷ്ടപ്പെട്ടു. നമ്മളവിടെ താമസമാക്കി. അടിപൊളി സ്ഥലം തന്നെ വാഗമൺ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും കണ്ടില്ല. പൊതുവേ ഇവിടെ ഭയങ്കര മഞ്ഞുമൂടിയ പ്രദേശം എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ ഞാൻ മഞ്ഞൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പോഴത്തെ കണ്ണൂരിൻ്റെ കാലാവസ്ഥയിൽ വെച്ച് നോക്കിയെങ്കിൽ വാഗമണ്ണ് വന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം കണ്ണൂരിനെ അപേക്ഷിച്ചിട്ടുള്ള ചൂട് എന്തായാലും ഇവിടെ ഇല്ല എന്ന് ഉറപ്പാണ്. അത് മനസ്സിലായി നമുക്കെന്തായാലും. അടിപൊളി സ്ഥലം, നല്ല കാമിൻ ക്വയറ്റായിട്ട്, ഒരു സൗണ്ടും ഇല്ല, കിളികളുടെ കളകളാ സൗണ്ടുകൾ മാത്രം. ഇപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം, റിസോർട്ട്. അടിപൊളി റിസോർട്ട് കേട്ടോ, അടിപൊളി രസം. പിന്നെ റൂം നല്ല വ്യൂ, ഒരു രക്ഷയില്ല, ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാം. അത് അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിലും വെച്ച് നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ തേയിലത്തോട്ടെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കാന്ന് പറയുന്നത്, ഞാൻ എത്ര ടൈമാണ് ഇവിടെ പുറത്തിരുന്നേന്നറിയില്ല, അത്രയും കാണാൻ അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് ടൈം റൂമിൽ നിന്ന് എല്ലാം നോക്കി കണ്ടു. പിന്നെ ഇന്നലെ ഇറങ്ങിയതല്ലേ, അതിന് ക്ഷീണമൊക്കെ ഉണ്ടാകുമല്ലോ. അന്ന് ഫ്രഷായി, പിന്നെ കുറച്ചൊന്ന് ഇറങ്ങി എല്ലാവരും. ബാക്കി പരിപാടിയൊക്കെ രാത്രി. അപ്പോൾ രാത്രിയായി നമ്മൾ പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ക്യാമ്പ് ഫയറൊക്കെ തുടങ്ങി, പിന്നെ എല്ലാവരും ഡാൻസ് കളിച്ചു. പിന്നെ കുറച്ച് സമയം നമ്മൾ കുറച്ച് കുട്ടികളെ ഇതിലൊക്കെ ഊനാലാടി അങ്ങനെ എന്തൊക്കെയോ കളിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. നല്ല ചിക്കൻ ചുട്ടതൊക്കെ ഉണ്ടായിരുന്നു, അൽഫാം എല്ലാം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കലോട്ട് കൂടി അവസാനിപ്പിച്ചു. ഇനി ബാക്കി എല്ലാ പരിപാടികളും നാളെ. അപ്പോൾ നാളെ എന്തൊക്കെയോ ഇവിടെ കാണാനിരുന്നിട്ടുണ്ട്, പക്ഷേ രാവിലെ എണീക്കണം. ഒരു 5 മണിക്കൊക്കെ എണീക്കണം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ വിഷമം. രാവിലെ എണീക്കണ്ടേ, ഞാൻ എങ്ങനെ എണീക്കും? അങ്ങനെ ചിക്കൻ ചുടൽ പരിപാടികളോടുകൂടി എല്ലാം അവസാനിച്ചു. രാവിലെ 5 മണിക്ക് പോകണമെന്നാണ് പറഞ്ഞത്, പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും 6:30 എന്തൊരു ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ട്രക്കിങ് എന്ന് പറഞ്ഞാൽ ഇത്ര സുഖമുള്ള പരിപാടിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ഹലോ, എന്തൊരു സുഖം എന്നറിയാം. പോയി വന്നിട്ട് കൈക്കും കാലിനും ഒക്കെ നല്ല സുഖമുണ്ട്. ഇപ്പോൾ കാലിനും കാട്ടി കൈക്കാണ് സുഖം കൂടിയതെന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഫസ്റ്റ് പോയ സ്ഥലം എവിടെയെന്ന് നിന്നോട് ചോദിക്കണ്ട, എനിക്കറിയില്ല. കാണാൻ അടിപൊളിയായിരുന്നു എന്ന് മാത്രം എനിക്കറിയാം. അങ്ങനെ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് വേറൊരു സ്ഥലത്തേക്ക് പോയി. അതും അടിപൊളി ഒരു ചായയെല്ലാം കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം വന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സ്ഥലമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നെക്സ്റ്റ് ഒരു ഗുഹ പോലത്തെ സ്ഥലത്ത് പോയി. അവിടുന്ന് കുറേ ടൈം വെള്ളത്തിൽ കളിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു, തിരിച്ചു വന്നു. ഇനി നമ്മൾ നേരെ വാഗമൺ അങ്ങനെ മൊത്തത്തിൽ തീർന്നിരിക്കുന്ന കവർ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അത് വഴിയേ പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.